ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സ്തുതി പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഉറക്കെ പറയണം. നമ്മൾ ഈശോയ്ക്ക് സ്തുതി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ പാഠപുസ്തകം ഞങ്ങൾ പഠിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് അങ്ങ് തന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. അങ്ങയെ ഞങ്ങളുടെ ടീച്ചറായി ഞങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരണമേ. ആമേൻ. ഈശോ നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നേ? നമ്മുടെ 2 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സഭ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹം കൂടിയാണ്. നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. ഇനി ജീവിതം ആരംഭിക്കുകയാണ് ഇവിടെ വെച്ച്. സഭ, തിരുസഭ. ഇന്നത്തെ തിരുസഭയുടെ തലവൻ ആരാ? പേര് നിങ്ങൾക്കറിയാമല്ലോ. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ. ഈ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പേനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയുണ്ടാവും. എന്തായാലും ഒരു തിരഞ്ഞെടുപ്പാണെന്നറിയാമല്ലോ. ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗത്താൽ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ചില കർദിനാളന്മാരുണ്ട്. അവരൊക്കെ കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും തിരുസഭ മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു പരിശുദ്ധ പിതാവിനെ കിട്ടാൻ. ഇപ്രകാരം ആദ്യത്തെ മാർപ്പാപ്പേനെ തിരഞ്ഞെടുത്തത് ആരായിരിക്കും? ഈശോയാണ്. എങ്ങനെയാണ് ആ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ളത് ഒന്ന് പഠിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ക്ലാസ്സിലേക്ക് വരാൻ. ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ 12 ശിഷ്യന്മാരെ കൂടെ ചേർത്തു. ആരൊക്കെയായിരുന്നു അവരുടെ പേരുകൾ നിങ്ങൾക്ക് അറിയില്ലേ? പേരൊക്കെ പഠിക്കണം കേട്ടോ. കാരണം ഈശോയുടെ ശിഷ്യന്മാരുടെ പേരറിഞ്ഞില്ലെങ്കിൽ മോശമില്ലേ? ആരൊക്കെയാ? ആദ്യം തുടങ്ങണം. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, തോമ. തോമ എത്തുമ്പോൾ നമുക്കൊരു സന്തോഷം. അതാരാത്? നമ്മുടെ അപ്പസ്തോലനാ. ഇങ്ങനെ പോകുന്നു 12 പേരുടെ ലിസ്റ്റ്. ഈ 12 പേരെയും ചേർത്തുകൊണ്ട് ഈശോ ഇങ്ങനെ ഗലീലയിൽ കൂടെയും ഗ്രാമങ്ങളിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കേസറിയ ഫിലിപ്പി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈശോയും ശിഷ്യന്മാരും കൂടി എത്തി. ഈശോ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്, രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നുമല്ല ഈശോയ്ക്ക് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്ന കാര്യം. അതായത് ഈശോ ആരാണ് എന്ന് ജനത്തിന് മനസ്സിലായോ എന്ന് ഒരു മിഡ് ടേം എക്സാം നടത്തുകയാണ് ഈശോ. ഇപ്പോൾ നമ്മൾ 1-2 ലെസൺ പഠിച്ചില്ലേ? സാധാരണ ഇത് കഴിയുമ്പോൾ എന്താ പറയുക? അടുത്ത ഞായറാഴ്ച നിങ്ങൾക്ക് പരീക്ഷയുണ്ട്, പഠിച്ചിട്ട് വരണം. ഒരു ടെസ്റ്റ്. പിള്ളേർക്ക് എന്താ മനസ്സിലായെന്നൊന്നും അറിയണ്ടേ? ഈശോ അവിടെ വെച്ച് ചോദിക്കുകയാണ്. ശ്രദ്ധിക്കണം ആ സെന്റൻസ്. മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? വാക്കുകൾ ശ്രദ്ധിക്കണം. മനുഷ്യപുത്രൻ. അവര് ശിഷ്യന്മാർ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. സ്നാപയോഹന്നാനാണ്. കാരണം ഈശോയ്ക്ക് തൊട്ടുമുമ്പ് കടന്നുപോയത് സ്നാപയോഹന്നാനാണ്. സ്നാപയോഹന്നാനാണ്, ഏലിയയാണ്. കാരണം അവർക്ക് പ്രവാചകന്മാരെ കുറിച്ചറിയാം. ജെറമിയാണ്, ഏതോ ഒരു പ്രവാചകനാണ്. ഇത്രയും അവർക്ക് പിടികിട്ടി. അടുത്ത ചോദ്യം ശിഷ്യന്മാരോട് ചോദിക്കുന്നു. ആദ്യം പറഞ്ഞു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്. ശിഷ്യന്മാരോട് ചോദിക്കുന്നു. സ്വന്തം അടുത്ത് നിൽക്കുന്ന സ്നേഹിതരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി.
ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് എല്ലാവരും ഒന്ന് നിശബ്ദരാവും. പക്ഷെ മിടുക്കുള്ള ആരെങ്കിലും ചാടിക്കറി ഉത്തരം അറിയും. ഇതുപോലെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോൾ പോകുന്നത് ഈശോയും ശിഷ്യന്മാരുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ വെച്ചിട്ട് ഈശോ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മളോട് ചോദിച്ചാൽ എന്ത് പറയും? എൻ്റെ ഈശോയാണ്, എന്നെ രക്ഷിച്ച ഈശോയാണ് എന്നൊക്കെ നമ്മൾ പറയും. ശിമയോൻ എന്ന് പറയുന്ന ശിഷ്യൻ ദൈവാത്മാവിനാൽ പ്രേരിതനായി ഇപ്രകാരം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോയ്ക്ക് സന്തോഷമായി, സമാധാനമായി. കാരണം രോഗശാന്തി കൊടുക്കുന്നവൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ എന്നൊന്നും അല്ല ഈശോയ്ക്ക് കേൾക്കണ്ടേ. യഥാർത്ഥത്തിലുള്ള ഉത്തരം ശിമയോൻ പറഞ്ഞു. ഈശോ ശിമയോനെ അവിടെ വെച്ച് സഭയുടെ തലവനായി ഉയർത്തുകയാണ്. പുസ്തകം എടുത്ത എല്ലാവരും പത്രോസിനെ ഇപ്രകാരം അഭിനന്ദിക്കുന്നതോടൊപ്പം സഭയുടെ നേതാവാക്കുന്ന ചിത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും എടുക്കണം പുസ്തകം. 22-ാമത്തെ പേജില്, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ. എന്തുകൊണ്ട് നീ ഭാഗ്യവാനായി? നിനക്ക് ഇക്കാര്യം വെളിപ്പെടുത്തി തന്നത് സജീവ ദൈവമാണ്, സജീവനായ ദൈവമാണ്, എൻ്റെ പിതാവാണ്. അതുകൊണ്ട് നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവാണ്. ഇന്നു മുതൽ നീ പത്രോസ് എന്ന് വിളിക്കപ്പെടും. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ഒന്ന് പറഞ്ഞു എല്ലാവരും ബുക്കിൽ എഴുതി വെക്കണേ. പാറ, പാറ പോലെ ഉറച്ചത് പാറ. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. ആരംഭിച്ചു സഭ ഇവിടെ വെച്ച്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത് ഈ സഭയെ ഉദ്ഘാടനം ചെയ്യാൻ ആര് വരുന്നു? പരിശുദ്ധാത്മാവ് വരുന്നു. എത്ര ദൈവികമായിട്ടുള്ളൊരു മാത്രമേ ഇവിടെ ഉള്ളൂ. ഈശോ പത്രോസ്ലീഹാനെ തിരഞ്ഞെടുത്തു, നേതാവാക്കി. ഇനി സഭയുടെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. ഇതില് ഏറ്റവും ഞാൻ പറഞ്ഞതാണെങ്കിലും ഒരിക്കൽ കൂടെ പറയുന്നു, ഇതിലെ പ്രധാനപ്പെട്ട ആശയം എൻ്റെ ടെക്സ്റ്റിൽ അത് നീലമഷിയിൽ കൊടുത്തിരിക്കണോണ്ടും കൂടെ ഞാൻ എടുത്തു പറയാണ്. ഇവിടെ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് ഏറ്റു പറഞ്ഞതാണ് പത്രോസ്ലീഹായുടെ മറുപടിയിലുള്ള കാതലായിട്ടുള്ള സത്യം. നമ്മളും ഏറ്റുപറയണം ഈശോയെ. അത് നമ്മുടെ ഒരു ശീലമാകണം. എവിടെ വെച്ചും ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഒരുപാട് പേര് നിങ്ങളോട് വാദിക്കാൻ വരും. മറ്റ് സഹോദരങ്ങളൊക്കെ മതവിഭാഗത്തിൽപ്പെട്ടവരൊക്കെ പറയാൻ നമുക്ക് അഭിമാനമുണ്ടാകണം. ഈശോ സജീവനായ ദൈവത്തിൻ്റെ പുത്രനാണ്. ഇനി നമുക്ക് എന്താ ഈ സഭ എന്താ ചെയ്യേണ്ടത്? ഈ സജീവനായ ദൈവത്തെ ഏറ്റുപറയണം, വിശ്വസിക്കണം. ഈ ദൈവം നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ വിളിക്ക് നമ്മൾ എങ്ങനെ പ്രത്യുത്തരം കൊടുക്കണമെന്നാണ് അടുത്ത ഭാഗം പറയാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴും നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ഈ അധ്യായത്തിൻ്റെ പേര് മറക്കരുത്, വിശ്വാസികളുടെ സമൂഹം. അതുകൊണ്ട് എങ്ങനെ നമ്മൾ പ്രത്യുത്തരിക്കണം? വിശ്വസിച്ചുകൊണ്ട്. വിശ്വാസികളുടെ സമൂഹമാണ് സഭ. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ ഈ സമൂഹം രൂപപ്പെട്ടു. വിശുദ്ധ പത്രോസ്ലീഹ സഭയുടെ തലവനായതിനു ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നടത്തുന്നൊരു പ്രഭാഷണമുണ്ട്, ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു അത് ദൈവത്തിൻ്റെ പുത്രനാണ്. അന്നുവരെയും പറഞ്ഞ പത്രോസ്ലീഹയുടെ പ്രസംഗമല്ല ഇപ്പോൾ. ജനം വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വെച്ച് യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുവിനെ ഏറ്റുപറഞ്ഞ് മാമോദീസ സ്വീകരിച്ച് വിശ്വാസികളായി മാറുകയാണ്. അന്ന് തന്നെ 3000 പേര് സഭയിലേക്ക് ചേർന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി വെക്കണേ. പശ്ചാത്തപിക്കണം, സ്നാനം സ്വീകരിക്കണം. പശ്ചാത്തപിക്കണം,
സ്നാനം സ്വീകരിക്കണം. അപ്പം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കും. 2 മാതൃകകൾ നമുക്ക് തന്നിട്ടുണ്ട്, വിശ്വസിച്ചവരുടെ മാതൃക. ഒന്ന് അബ്രാഹം, മറ്റൊന്ന് പരിശുദ്ധ മറിയം. അബ്രാഹത്തിന് കുഞ്ഞുങ്ങളില്ല, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളില്ലായിരുന്നു. ദൈവം നിനക്ക് മക്കളുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു, നക്ഷത്രജാലങ്ങൾ പോലെ മക്കൾ. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ദൈവദൂതൻ വന്ന് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഇത് സാധാരണ ബുദ്ധിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. മറിയം വിശ്വസിച്ചു, അങ്ങനെ യേശുവിൻ്റെ അമ്മയായി തീർന്നു. ഇവരാണ് നമ്മുടെ മാതൃക. നമ്മൾ ഈ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ്. നമ്മൾ ഓരോരുത്തരും ഈ വിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് ചേർക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം എപ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് 5 പോയിൻ്റായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ 5 ഘടകങ്ങൾ. നമ്മുടെ ചോദ്യോത്തരങ്ങളിലെ 3-ാമത്തെ ചോദ്യത്തിന് ഉത്തരം കൂടിയാണ്. ഇത് പഠിക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ പഠിച്ചു കഴിയും. ഞാൻ ഈ പറയുന്നത് പോലെ ഒന്ന് നോട്ട്ബുക്കിൽ നിന്ന് പെട്ടെന്ന് എഴുതിയെടുത്തേ. ഷോർട്ട് കട്ട് മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. 1-ാമത്തെ പോയിന്റ്, വിശ്വാസത്തിന് 5 ഘടകങ്ങൾ. ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരം, അണ്ടർലൈൻ ചെയ്തിട, പ്രത്യുത്തരം. ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരം. 2, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ വിശ്വാസത്തിലെ മറ്റൊരു കാര്യമാണ് അനുസരിക്കണം, നമ്മെ തന്നെ സമർപ്പിക്കണം. 3-ാമത്തെ പോയിന്റ്. 4-ാമത്തത്, ഇതിനൊക്കെ കൃപ തരുന്നത് ദൈവമാണ്. അടുത്തത്, ഇതൊരു സൗജന്യ ദാനമാണ്. പ്രത്യുത്തരം, സ്വീകരണം, സമർപ്പണം, അനുസരണം. ഇത് 3-ാമത്തതിലുള്ളതാണ്. 4-ാമത്തത്, ശക്തി തരുന്നത് ദൈവമാണ് വിശ്വസിക്കാൻ. 5, ദൈവത്തിൻ്റെ ദാനമാണ്. എന്താ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ബോധ്യം എന്താ? ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി വെച്ചേ. ദൈവം എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ ആ ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. ഞാൻ വിശ്വസിക്കണം. 1-ാമത്തെ ബോധ്യം, എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിൽ വിശ്വസിക്കണം. നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയാൻ പറ്റണം. സജീവ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഏറ്റുപറയാൻ പറ്റണം. ഇതാണ് നമ്മുടെ മനോഭാവം. എന്തായിരിക്കണം നമ്മൾ ശീലിക്കേണ്ടത്? ശീലം. വചനം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒരു വചനം ഒരു ദിവസമെങ്കിലും പഠിക്കണം. ആരോടെങ്കിലും, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളോടെങ്കിലും ഈശോ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയണം. ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തരട്ടെ. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങൾ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങിയപ്പോൾ പഠിച്ചിട്ടുള്ളൊരു വചനം തന്നെയാണത്. എന്താണ് വിശ്വാസം എന്നുള്ളതിന് ഡെഫിനിഷൻ? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഇത് പറഞ്ഞു പഠിക്കണം. അതിൻ്റെ വീഡിയോ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. അങ്ങനെ വിശ്വാസത്തിൽ നമുക്ക് വളരാം. ഈശോ കുഞ്ഞുമക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.